ഒന്ന് അഭിനയിക്കാൻ പറയുന്നത് ഒന്നും നടക്കൂല. എല്ലാവരും തൊട്ടല്ലെങ്കിൽ ഞാൻ പറയാം. ജീവിതത്തിൽ അഭിനയിക്കില്ല. അതൊക്കെ എന്റെ അമ്മയായിട്ടുള്ളതാണ്. അതൊക്കെ കെട്ടിപ്പിടിച്ച് കഴിഞ്ഞു. അഭിനയിക്കാൻ പറയരുത്. മികച്ച പഠനമുള്ള അവാർഡ് സംസ്ഥാന അവാർഡ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? സന്തോഷം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ ഇരുന്ന് പോയിട്ടുണ്ട്. അതൊന്ന് എന്റെ പ്രൊഡ്യൂസർ പ്രേം സാർ, രാജീവ് രവി, വളരെ സന്തോഷം. എന്റെ നന്ദി ഞാൻ അവരെ അറിയിക്കണേണ്. എത്ര ദിവസം പറയാതിരുന്നാണ് ഇത് വരട്ടെ എന്ന് അറിയാൻ വേണ്ടി എല്ലാ സമയത്ത് വന്ന്. താങ്ക് യു മിസ്റ്റർ പ്രേം സാർ, മിസ്റ്റർ രാജീവ് രവി. തുടർന്നും അഭിനയം പിന്നെ മരണം വരെ ഒന്നുമില്ല. ഞാൻ കുറേ നാൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ വർക്ക് ഇത്ര നാളായാലും അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആയതായിരിക്കാം. പിന്നെ എല്ലാം കൂടി ഈ പടത്തിൽ വർക്കൗട്ടായിട്ട് വന്നു. ഞാൻ അതാ നേരത്തെ പറഞ്ഞ രാജീവ് രവിക്ക് വളരെ 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 ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ പടം വിജയിക്കാൻ പറ്റില്ലാതെ വ്യവസ്ഥ എനിക്ക് അത്ര താല്പര്യമില്ലായ്മയാണ്. അതാണ് ഒരു വ്യവസ്ഥയില്ല. നിങ്ങളിപ്പോ അഭിനയിക്കാൻ പറഞ്ഞത് തന്നെ അവാർഡ് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയതിൽ വളരെ സന്തോഷം. ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള ഒരു പിരിമുറുക്കമുള്ള നിമിഷം ഉണ്ടായിരുന്നില്ല, അതെങ്ങനെയായിരുന്നു വിനായകൻ? എല്ലാ ആൾക്കാരും ടിവിയുടെ മുമ്പിലാണ്, അങ്ങേക്ക് വേണ്ടി പ്രാർത്ഥിച്ച നാട്ടുകാരും. ഞാനത് വരണേണ്. ഞാനത് കുറെ എനിക്ക് തോന്നുന്നു ഈ ഇയർ തുടങ്ങിയപ്പോൾ തൊട്ട് സിനിമയിൽ ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കണായിരുന്നു. ഈ ഗംഗ ക്യാരക്ടർ, വിനായകൻ, മീഡിയ, ഫേസ്ബുക്ക്, അവാർഡ് നൈറ്റ്, അവാർഡ് കിട്ടുന്നില്ല, അവാർഡ് കിട്ടുന്നു, പുതിയ പേരുകൾ അവാർഡിന്. അപ്പോൾ ഇത് നടന്ന് അതിൻ്റെ ഒരു വലിയ ഉത്തരം ഇന്ന് വന്നിരിക്കുന്നതാണ്. അത് ജനത്തിന് എല്ലാവരും ഇഷ്ടപ്പെട്ട, എൻ്റെ കൂടെ നിന്ന എല്ലാ ജനത്തിനും ഇഷ്ടപ്പെട്ട, അതിഭീകരമായിട്ടുള്ള, അതിഗംഭീരമായിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇന്ന് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നത്. അമ്മയുടെ സന്തോഷത്തിന് മധുരം കഴിച്ചൂടെ? ഏയ്, അമ്മ വെറുതെ ഇരുന്ന് മാത്രമല്ല. സന്തോഷമുണ്ട്. എങ്ങനെയാണ് ഏട്ടാ അഭിനയിക്കുന്ന ജീവിതത്തിൽ? അച്ഛൻ ചത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന, ജീവിതത്തിൽ അഭിനയിക്കുന്ന എങ്ങനെയാണ്? എനിക്കത് താല്പര്യമില്ല. അതല്ലേ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടായിരുന്നു, അഭിനയിക്കാൻ പറയല്ലേ. എങ്ങനെയാണ് അഭിനയിക്കുന്നത്? നിങ്ങൾ അഭിനയിച്ച ആൾക്കാരെ പരിചയം എടുത്തിട്ട് എനിക്ക് അങ്ങനെ പരിചയമില്ല. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അഭിനയിക്കാൻ പറയില്ല. ഒരു സിനിമ കൊണ്ട് കുറച്ച് കാശ് ഞാൻ അഭിനയിക്കാം. കഴിഞ്ഞോ? അപ്പോൾ സന്തോഷം. ഇത്ര നാളെ ഇത് ആകട്ടെ എന്ന് വിചാരിച്ചില്ല.
ഞാനിതൊന്നും പ്രതീക്ഷിക്കുന്ന ആളല്ല. ജോലി ചെയ്യാൻ ശ്രമിച്ചതാണ്. ജോലി ചെയ്ത് താളമൊന്നും വേണം. താളം ചേട്ടൻ ഞാൻ ഇവിടെ നിർത്തും. ഞാനിപ്പോ സൈറ്റിൽ പറയുന്നതാണ്. താങ്ക് യു. പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് ഞാൻ വായിച്ച ജനാധിപത്യത്തിൽ നിന്നത് ഞാൻ ജീവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇല്ല, എനിക്ക് ഒരിക്കലും മധുരം ഉണ്ടായിട്ടില്ല. മറ്റേ കൈ ഒടുങ്ങിയിട്ടുള്ളൂ. എന്നാൽ ഫുഡ് കഴിക്കുന്ന പായസം കഴിഞ്ഞ അവസാനം മധുരത്തിന്റെ തുടങ്ങിയുള്ളൂ. തുടങ്ങി ഞാനതാണ് ഇൻഡസ്ട്രിയിൽ കുറച്ച് പടം ചെയ്യുമ്പോൾ കാശ് കൊടുക്കും. അതുകൊണ്ട് ആൾക്കാർ കുറച്ചൊക്കെ കാശ് മാത്രം വന്നാൽ മതി. കൈകൊള്ളേ കാശ് പുരുഷനല്ലേ? എന്റെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ശരീരം ടെക്നിക്കാണ്. ചാനലിൽ വർക്ക് ചെയ്യുന്നു. മാസം മാസം ശമ്പളം വാങ്ങുന്നു. മാസം മാസം എന്തോ ഗംഗയ്ക്ക് കിട്ടിയതല്ലേ വിനായകന് കിട്ടിയ അംഗീകാരം എന്ന് പറയാം. ഗംഗയൊന്നും ആകില്ല. ഞാൻ മുമ്പിലും പറഞ്ഞതാണ് ഗംഗയൊന്നും ആരും ആകണ്ടെന്ന്. ഞാൻ പറയുന്നത് നേരെ തിരിച്ചല്ലേ. കാശ് വരുമ്പോ നിങ്ങൾ കാശ് വഹിക്കും. ഞാൻ കാശ് വഹിക്കുന്നില്ല. വ്യവസ്ഥയിടത്ത് പോകാൻ പറയുന്നല്ലേ. ഏയ് ആരെയും വിളിച്ചു. രാജ എല്ലാരും ഇവിടെ ഉള്ളതല്ലേ. ഇപ്പൊ വരുമല്ലോ. നിങ്ങൾ പോയിട്ടുള്ള ഇല്ല 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 അങ്ങനെയൊന്നുമില്ല. ബന്ധുക്കൾ ഉണ്ടാകാറില്ല. വളരെ സീക്രട്ടാണ്. പെട്ടെന്ന് കൂട്ടുകൂടില്ല. ആരോടൊക്കെ നന്ദി പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ. പ്രേം സാർ, രാജീവ് രവി. പ്രേം സാർ, രാജീവ് രവി. വേറെ ആരുമില്ല. പ്രേം സാറും രാജീവ് രവി. പിന്നെ ഇതിന്റെ മെമ്പേഴ്സ്. വെള്ളം കുടിച്ചിട്ട് അല്ല
Thank you.